സോ നമുക്ക് വെൽക്കം ബാക്ക് ടു ചാനൽ. സോ നമുക്കിനി മെയിൻലി ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ത്രെഡ്സ് ആണ്. നമ്മൾ ത്രെഡ് എന്താണെന്നൊക്കെ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു സെയിം ടോപ്പിക് തന്നെയാണ് ഈ ത്രെഡ്. ചെറിയൊരു ടോപ്പിക് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ എന്താണ് ഈ ത്രെഡ് എന്ന് നോക്കാം. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ദ പ്രോസസ് ഇസ് എ പ്രോഗ്രാം ദാറ്റ് പെർഫോം സിംഗിൾ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ. ഒരു പ്രോസസ്സർ എന്ന് എന്താണെന്ന് നമുക്കറിയാം, ഒരു പ്രോഗ്രാമാണ്. അത് എന്താണ്? സിംഗിൾ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്നാണ് സിംഗിൾ ത്രെഡ് എന്താണെന്ന് നമുക്ക് അതറിയാം. സിംഗിൾ ത്രെഡ് ഓഫ് കൺട്രോൾ allows the process to perform only one task at one time. So single thread of execution നമ്മളിവിടെ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞില്ല എന്താണ് സിംഗിൾ ത്രെഡ്. സിംഗിൾ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ അറ്റ് വൺ ടൈം ഓൺലി ഒരു ടാസ്ക് മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. അതാണ് ഈ സിംഗിൾ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. മോഡേൺ OS has extended the process concept to allow a process to have multiple threads of execution and thus to perform more than one task at a time. So ത്രെഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി മനസ്സിലായല്ലോ, ഒരു പ്രോസസ്സിനെ ഒരു എക്സിക്യൂഷൻ ടൈമിൽ എത്ര അലോ ചെയ്യുന്ന ഒരു ഇതാണ് ത്രെഡ് ആണ് ഇത് മെയിൻലി പെർഫോം ചെയ്യുന്നത്. സോ ഈ മെയിൻലി പ്രോസസ്സിലൊക്കെ മെയിൻലി ഇവിടെ യൂസ് ചെയ്യുന്നത് പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നത് സിംഗിൾ ത്രെഡ് ഓഫ് എക്സിക്യൂഷൻ ആയിരുന്നു. അതായത് ഒറ്റ സമയത്ത് ഒരു ടാസ്ക് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ അതിൻ്റെ പ്രോസസ് കോൺസെപ്റ്റ് കുറച്ചും കൂടി എലാബറേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ത്രെഡ്സ് എക്സിക്യൂഷൻ ടൈമിൽ യൂസ് ചെയ്യാം. മോർ ദാൻ വൺ ടാസ്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ എക്സിക്യൂഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുക. ഇതാണ് ത്രെഡ്. ചെറിയൊരു ടോപ്പിക്കാണ് ത്രെഡിലുള്ളത്. ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ത്രെഡ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള, അതായത് ഷെഡ്യൂളിങ്ങിൻ്റെ കാര്യം, സിങ്ക്രോണൈസേഷനൊക്കെ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് വരും. സോ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.